ഇത് ഞാൻ കുറേ ദിവസമായിട്ട് വാങ്ങി വെച്ചിട്ട് അങ്ങ് വയനാട്ടിലെല്ലാം പോയി വന്ന നല്ല ഡിമാൻഡുള്ള സാധനമാണ്. ഇതെങ്ങനെയാണ് ആക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ എന്താക്കുന്ന അറിയാം, കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ച് അത് ഇതിലേക്ക് എടുത്ത് ഒഴിച്ചേ, അങ്ങനെ എന്തൊക്കെയോ പറയുന്നെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് എത്ര നേരം വെയിറ്റ് ചെയ്യാൻ വെക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്താക്കി, ഈ സാധനത്തിൽ വെള്ളം ഒഴിച്ച് കുറച്ചേരം ഇങ്ങനെ എടുത്ത് നടന്നപ്പോഴാണ് കാണുന്നത് അതിൻ്റെ മേലെ 3 മിനിറ്റ്സാണ് വെയിറ്റ് ചെയ്യാൻ വെക്കേണ്ടതെന്ന് കേട്ടോ. അങ്ങനെ വെച്ച് 3 മിനിറ്റ്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ എടുത്ത് കുറച്ചേരം ഇങ്ങനെ സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താക്കി ഞാൻ അങ്ങനെ എടുത്തപ്പോൾ അതിൻ്റെ സ്മെല്ലടിച്ചപ്പോഴേ എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. ഒരുമാതിരി സ്മെല്ല്. ഇനി ഇത് സാധനം മൂടി വെച്ചിട്ട് വന്നിട്ടുള്ള സ്മെല്ലാണോന്നും അറിയില്ല, ഇനി ഇത് നാശമായതാണോന്നും അറിയില്ല കേട്ടോ. ഞാൻ എന്തൊക്കെ എൻ്റെ എക്സ്പയറി ഡേറ്റ് എല്ലാം ചെക്ക് ചെയ്തത്, പക്ഷെ അതിന് കുഴപ്പമൊന്നുമില്ലേ. പിന്നെ ഞാൻ എന്തൊക്കെ ടേസ്റ്റ് ചെയ്യാൻ എടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. എൻ്റെ കയ്യിലൊക്കെ എല്ലാം വീണ് എൻ്റെ കൈയെല്ലാം പൊള്ളിപ്പോയി ഗൈസ്. പിന്നെ ഞാനത് കഴിക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ വായിൽ ക്ലിപ്പുള്ള കാര്യം കേട്ടോ. ഞാൻ ഈ ക്ലിപ്പ് ഓൾറെഡി കമ്പി ഇട്ടതുകൊണ്ട് പിന്നെ എനിക്ക് 2 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് റീറ്റെയിനർ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ആ സാധനം വീണിട്ട് പൊള്ളിയത് ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. നോർമലായിട്ട് വീണതല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്. പിന്നെയാണ് അത് ഭയങ്കരമായിട്ട് റെഡ് കളറായിട്ട് വരുന്നത് കണ്ടത്. എന്തായാലും കുഴപ്പമില്ല, പൊള്ളി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി നമുക്ക് എന്താണെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കേ. ബി ഹോണസ്റ്റ്, എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഈ ബലൂണെല്ലാം ഇല്ലേ, ഈ ബലൂണെല്ലാം എടുത്ത് വായിലിട്ടിട്ട് ചവക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റാട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇതിൻ്റെ എക്സ്പയറി എന്താണെങ്കിലും കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിപ്പോൾ എന്നായെന്നറിയില്ല. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം എടുത്ത് ട്രൈ ചെയ്യുന്നത്. എനിക്കത് ഇഷ്ടമായിട്ട് ഞാനത് അങ്ങനെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഞാൻ എന്താക്കിയെന്നറിയോ, സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു, ആ സ്വീറ്റ് കോൺ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് തോലൊക്കെ പൊളിച്ചു കേട്ടോ. നമ്മൾ സ്വീറ്റ് കോൺ പൊളിക്കുമ്പോൾ ഫസ്റ്റത്തെ ഒരു 3 ലെയേഴ്സ് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് ഈസി ആയിട്ട് ഞാനിപ്പോൾ കാട്ടിയതുപോലെ പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, അതെന്താണെങ്കിലും പോയി ഇനി ഇതെങ്കിലും ഇത് കഴിച്ചിട്ട് സമാധാനം ചിരിക്കാമെന്ന് വെച്ചിട്ട് ഞാനിത് കഴിച്ചേ. അപ്പം ശരി എന്നാൽ.